ഫൽസഫയിൽ എഴുതിയത് ഞാൻ വായിച്ചു. അയാൾ എഴുതിയിരിക്കുന്നു, ഉറങ്ങിയാൽ തന്നെ കേൾക്കൂല, പിന്നെ എങ്ങനെ മരിച്ചാൽ കേൾക്കുക. അത് വായിച്ചപ്പോ എനിക്ക് ഇവരോടുള്ള എതിർപ്പ് ഒരുപാട് കുറഞ്ഞു. എന്താ എതിർപ്പ് പറയാൻ കാരണം, ഈ സാധുവിന് വിഷയം മനസ്സിലായിട്ടില്ല എന്നപ്പോൾ. വിഷയം തന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് വെറുതെ നമ്മൾ കാട്ടി കഴിയിട്ട് കാര്യമില്ല, ഉണ്ടാകുന്ന കാര്യമില്ല. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മൗനൂടെ മനസ്സിലാക്കണ്ട. ഇന്നാമവാദി കുല്ലി ഫന്നിൻ പ്രാഥമികമായി ഉണ്ടായിരിക്കേണ്ട അറിവുകളാണ്. വലിയ ആൾക്കാർ സംസ്ഥാന അഖിലേന്ത്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ കാണും. പ്രാഥമികമായ ധാരണകളെങ്കിലും വേണ്ടേ, പലർക്കും അതില്ലാതെ പോയി. അപ്പൊ ഇയാൾക്ക് വിഷയം പോലും അറിയാതെ പോയെന്ന് എനിക്ക് മനസ്സിലാതെ വായിച്ചു. യഥാർത്ഥത്തിൽ എന്താണ്, സാലിഹ്യങ്ങൾ മരണപ്പെട്ടാൽ ഉറങ്ങിയ അവസ്ഥയല്ല, അവർ കൂടുതൽ സൗകര്യത്തിലാണ്, റൂഹ് ശരീരത്തിൽ വിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ മാസികയിലാണ് എഴുതിയത് ഞാൻ വായിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ വൈദ്യങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്. രണ്ടാളും മരണശേഷം ഒരുപോലെയാണ്. രണ്ടു കൂട്ടരും മരിച്ചതിന് ശേഷം ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ മുസ്ലിമായി എന്ന് ചോദിക്കാൻ തോന്നുന്നു. മരണാനന്തരം പൊന്നാര ഹബീബായവരാണ്. ഹബീബായവരെന്നല്ല വിളിക്കേണ്ടത് അമൃത് കാക്കാന്നാ. ഞാനെ വിളിക്കണില്ല, അങ്ങനെ വിളിക്കണില്ല. രണ്ടും ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിന് ഇവ മുസ്ലിമായി? മരണാനന്തരം എല്ലാവർക്കും ഒരേ അവസ്ഥയല്ല. സാലിഹികൾ മരണപ്പെട്ടാൽ ആഗ്രഹിക്കുന്നതൊക്കെ ലഭ്യമാകുന്ന അവസ്ഥയാണ്. മറ്റുള്ളവർ മരിച്ചാലോ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മരിച്ചാൽ എല്ലാവരും ഒരുപോലെ അല്ലാതെ. സാലിഹ്യങ്ങൾ മരണപ്പെട്ടാൽ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ ലഭ്യമാകുന്ന അവസ്ഥയാണ്. അതാണ് ആലമിൽ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സാലിഹ്യങ്ങൾ മരണാനന്തരം കാണും കേൾക്കും. കാണും കേൾക്കുന്ന കാര്യം തീർച്ചയായും. ഇനി അവര് മാത്രമല്ല മറ്റുള്ളവരും കേൾക്കും. നിങ്ങൾക്കറിയാമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബറാളികളെ കബറടക്കി മണ്ണിട്ട് മൂടി കൂട്ടുകാർ പിന്തിരിഞ്ഞു പോരുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം ഇവർ കബറിനകത്ത് കേൾക്കും. ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിവായത്തിൽ അറിയുന്നതാണ്. ചെരുപ്പിന്റെ ശബ്ദം കബറിനകത്ത് കേൾക്കും. പിന്നെ അവിടെ വേറുന്നുണ്ട്, ഈ റൂഹിന് അപ്പൊ ഈ ഡെഡ് ബോഡിയുമായി കണക്ഷൻ വേണ്ടി വരും. അല്ലാതെ ഈ വെറും ബോഡി കേൾക്കുന്നല്ല പറഞ്ഞത്. കബറിനകത്ത് ചെരുപ്പിന്റെ ശബ്ദം പോലും കേൾക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബദറിൽ കൊല്ലപ്പെട്ട ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞങ്ങളോട് അല്ലാഹു ചെയ്ത വാഗ്ദത്തം വിജയം ഞങ്ങൾ എത്തിച്ചു, നിങ്ങളുള്ള താക്കീത് നിങ്ങൾ എത്തിച്ചുവോ? തങ്ങൾ ചോദിച്ചു. കൊല്ലപ്പെട്ട ആൾക്കാരോട് മരിച്ചവരോടാണ് ഞങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. ഇമാം ബുഖാരി വിവാദത്തിൽ അറിയിച്ചിട്ടുള്ളതാണ്. തങ്ങൾ മരണപ്പെട്ട ആളുകളോട് ഞാൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ചോദിച്ചു, മാ തുകല്ലിമു മിൻ അസ്ഹാബില്ല അർവാഹലഹ യാ റസൂലല്ലാഹ്. ആത്മാക്കളില്ലാത്ത മൃതശരീരങ്ങളോട് തങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അവരത് കേൾക്കുമോ? മരിച്ച ആളുകൾ കേൾക്കുമോ? റസൂലുള്ളാഹിനോട് ഉമർ എന്നവർ നേർക്കുനേരെ ചോദിച്ചു. പിന്നെ എന്തിനാ നമ്മൾ ഇറക്കിക്കുന്നത്? മരിച്ചവർ കേൾക്കുമോ? തങ്ങളോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി മാ അൻതും ബിഅസ്മാഇ മാ അഖൂലു മിൻഹു. അല്ലാഹുവാണ് സത്യം, ഞാൻ പറയുന്നതിനെ അവരെക്കാൾ ഉപരി നിങ്ങൾ കേൾക്കില്ല. അപ്പൊ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉപരി അവർ കേൾക്കുന്ന തങ്ങൾ പറഞ്ഞു. തങ്ങൾ ഉമറന്നവരുടെ ചോദ്യത്തിന് സത്യം ചെയ്താൽ മറുപടി പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. ഉമർ റളിയല്ലാഹു തആല അൻഹു മുഖാതബ് മുൻകിറല്ല. പിന്നെ എന്തിനെ തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു? അറബികളിൽ വെച്ച് ഏറ്റവും വലിയ ഫസീഹാണെന്ന് മാത്രമല്ല, ഞാൻ ഖുറൈശികളിൽപ്പെട്ടവനാകുന്നു എന്ന് അരുൾ ചെയ്ത പുന്നാര നബി എന്തിനാണ് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി? മുഖാതബ് മുൻകിറല്ലാത്തതോടുകൂടി എന്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു? പിന്നീട് വരാൻ പോകുന്ന ആശയത്തെ നിഷേധിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. അവർക്കുള്ള ഉഗ്രൻ താക്കീതാകുന്നു വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. ബുദ്ധിയുണ്ടെങ്കിൽ അറിയാം. ഇമാം ബുഖാരി തങ്ങൾ റിവായത്തിൽ അറിയിക്കുന്നത് തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു മരിച്ചാൽ കേൾക്കും. റസൂലുള്ളാഹി സത്യം ചെയ്ത് പറഞ്ഞാലെങ്കിൽ പൊന്നാരവന്മാരെ വിശ്വസിച്ചൂടെ? തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു മരിച്ചാൽ കേൾക്കും.
സത്യം ചെയ്തതാണ് വിശ്വസിക്കുന്നത്. തങ്ങൾ സത്യം ചെയ്തതാണ് മരിച്ചാൽ കേൾക്കും. സത്യം ചെയ്തതാണ് വിശ്വസിക്കുന്നത്. നമ്മളൊരാൾ പറഞ്ഞല്ല റസൂൽ പറഞ്ഞ് ബുഖാരി വായിച്ചിലെ രീതികളാണ്. എന്നാൽ പിന്നെ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ഇന്നക്കലാ തുസ്മിഉൽ മൗത, ഇന്നക്കാ നിത്യ നബിയെ തങ്ങൾ ലാ തുസ്മിഉ തങ്ങൾ കേൾപ്പിക്കുകയില്ല അൽ മൗത മരണപ്പെട്ടവരെ. മരിച്ചവരെ കേൾപ്പിക്കാൻ തങ്ങൾക്ക് കഴിയൂലാന്ന് ഖുർആനിലുണ്ടല്ലോ. ഖുർആൻ ക്ലാസ് അങ്ങനെയുള്ള ക്ലാസ് ഇന്നക്കലാ തുസ്മിഉൽ മൗത, ഇന്നക്കാ നിത്യ നബിയെ തങ്ങൾ ലാ തുസ്മിഉ തങ്ങൾ കേൾപ്പിക്കുകയില്ല അൽ മൗത മരണപ്പെട്ടവരെ. വസ്തു എന്താ അറിയോ? അവിടെ അൽ മൗത എന്നതിന്റെ വിവക്ഷ മരണപ്പെട്ടവരല്ല, ഹൃദയം മരവിച്ച അവിശ്വാസികളാണ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് അല്ല. അതേ ആയത്തിൽ തന്നെ തുടർന്ന് പറഞ്ഞത് ഇതാ വല്ലവും മുദിബിരീൻ, ഇതാ വല്ലവും അവർ പിന്തിരിഞ്ഞു പോയാൽ ആര്? അൽ മൗത, മൗതാണ് മരിച്ചവർ. മുദിബിരീന അവഗണിച്ചവരായ നിലക്ക് തങ്ങളുടെ ഉപദേശം അവഗണിച്ച് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെ ഉപദേശം കേൾപ്പിക്കാൻ തങ്ങൾക്ക് കഴിയാതെ ഹൃദയം മരവിച്ച അവിശ്വാസികളെ എന്നാ നമ്മൾ പറയുന്നത്. നെതുവത്തേര് പറഞ്ഞതാ മരിച്ചോര്. മരിച്ചോരെന്നാണ് അർത്ഥമെന്നുണ്ടെങ്കിൽ അതിന് മാനെന്താ? ഇതാ വല്ലവോ ആ മരണപ്പെട്ട ആളുകൾ പിന്തിരിഞ്ഞു പോയാൽ മുദിബിരീന, അത് പറയുന്നത് ഇതുപാട് മുതിരെ ചന്തിട്ട് നിറങ്ങണവരായ നിലക്ക് അവഗണിച്ചവരായ നിലക്ക് നമ്മൾ നന്നാക്കി പറയല്ലേ. അവൻ മരിച്ച ആൾക്കാർ നിറങ്ങി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരെ കേൾപ്പിക്കാൻ കഴിയില്ല. മേന തീരെ ആലോചിച്ചില്ല. ഇത് തഫ്സീറല്ല, ആയത്തിൽ തന്നെയല്ലേ. അവൻ മരണപ്പെട്ട ആളുകളെ കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞതാണ്. അത് ബുഖാരിയുടെ റിവായത്തിലുള്ളതാണ്. ശരി, അങ്ങനെയൊക്കെ ആണെങ്കിലും ആ മരിച്ചവരോട് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം സഹായം തേടുന്നത് പോലെ മരിച്ചവരോട് ഇങ്ങനെ സഹായം തേടാനുള്ളൊരു സബബ്, ഒരു നിമിത്തം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആരെങ്കിലും മുൻകാലത്ത് ചെയ്തതായ അനുഭവം ചരിത്രമുണ്ടോ? എന്നെ ചിന്തിക്കാതെ